മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി മലയോര മേഖലയിൽ വനം വകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി, കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തുകളിൽ തുടങ്ങിയ ഹെൽപ്പ് ഡെസ്കുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉദ്ഘാടനം ചെയ്തു. 3 ഘട്ടങ്ങളിലായി നടപ്പാക്കുന്ന തീവ്രയജ്ഞ പരിപാടിയുടെ ഭാഗമായാണ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത്. 1ാം ഘട്ടത്തിൽ ഈ മാസം 16 മുതൽ 30 വരെ കേരളത്തിലെ മലയോര മേഖലയിലെ എല്ലാ വന്യജീവി സംഘർഷബാധിത പഞ്ചായത്തുകളിലും റേഞ്ച് ഓഫീസുകളിലും വനം വകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്കുകൾ തുറക്കും. പ്രാദേശികമായി പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ 1ാം ഘട്ടത്തിൽ തന്നെ തീർപ്പാക്കുന്നതാണ്. പരിഹരിക്കാൻ സാധിക്കാത്തവ ജില്ലാ സമിതിയിൽ പരിഹരിക്കാൻ ശ്രമിക്കും. 3ാം ഘട്ടത്തിൽ സംസ്ഥാന തലത്തിൽ തീർപ്പ് കൽപ്പിക്കേണ്ട സങ്കീർണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. ഇതിലും പരിഹരിക്കാൻ സാധിക്കാത്ത വിഷയങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. കൂടരഞ്ഞിയിൽ നടന്ന പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് ആദർശ് ജോസഫ് നിർവഹിച്ചു. കൂടരഞ്ഞി പഞ്ചായത്ത് ഉൾപ്പെടുന്ന കിഴക്കൻ മലയോര മേഖലയിലെ വന്യമൃഗ ശല്യം അല്ലെങ്കിൽ വനം വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം മാതൃകാപരമായ ക്യാമ്പയിൻ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തിട്ടുള്ളത്. ആ ക്യാമ്പയിന്റെ ആദ്യപടി എന്നുള്ള രീതിയിൽ പ്രാദേശിക ഭരണകൂടം എന്നുള്ള രീതിയിൽ കൂടരഞ്ഞി പഞ്ചായത്ത് തലത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം, നഷ്ടപരിഹാരം, വനം വകുപ്പിന്റെ വിവിധ സേവനങ്ങൾ, ഇക്കോ ടൂറിസം, വനാവകാശ നിയമം, പൊതുസ്ഥലങ്ങളിലെ മരം മുറി തുടങ്ങിയ വിഷയങ്ങളിലുള്ള ആവലാതികളും സംശയങ്ങളും പൊതുജനങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൽ നൽകാവുന്നതാണെന്ന് റേഞ്ച് ഓഫീസർ പ്രേം ഷമീർ പറഞ്ഞു. 45 ദിവസത്തെ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ തുടക്കമാണ്. ഇന്നു മുതൽ 30-ാം തീയതി വരെ ആദ്യത്തെ ഘട്ടമാണ്. ഓരോ ദിവസവും ഇവിടെ വരുന്ന പരാതികളും കാര്യങ്ങളും അന്നന്ന് തന്നെ റേഞ്ച് ഓഫീസർ തലത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ റേഞ്ച് ഓഫീസർ തലത്തിൽ അല്ലെങ്കിൽ DFO തലത്തിലാണെങ്കിൽ ഇവിടുന്ന് തന്നെ പരിഹരിക്കപ്പെടും. ഇവിടുന്ന് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ജില്ലാതല മോണിറ്ററിംഗ് കമ്മിറ്റി അവിടേക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് അടുത്തത് സ്റ്റേറ്റ് ലെവലാണ്. ഇവിടുന്ന് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ സംസ്ഥാനതല കമ്മിറ്റിയാണ് അതിന്റെ പരിഹാരങ്ങളും കാര്യങ്ങളായിട്ട് ചെയ്യുന്നത്. പൊതുജനങ്ങൾക്ക് വന്യമൃഗശല്യം നിയന്ത്രിക്കുന്നതിനുള്ള ഗുണകരമായ ആശയങ്ങൾ ഹെൽപ്പ് ഡെസ്കിൽ അറിയിക്കാനും സൗകര്യമുണ്ട്. കൈരളി ന്യൂസ്, കോഴിക്കോട്.